ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗല്ല കേട്ടോ, അൺബോക്സിങ് വീഡിയോ ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോം തിയേറ്റർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് ആയിരിക്കും. അതോടൊപ്പം അതിൻ്റെ റിവ്യൂവും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ അൺബോക്സിങ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ മൈജിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഏകദേശം എനിക്ക് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 799 രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം അടിപൊളിയാണ്. എല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ പറക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് അൺബോക്സിംഗ് ആയിട്ട് നിങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ടാണ്. ഞാൻ ഇത് അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നല്ല പാക്കിങ്ങും നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. അങ്ങനെ 5 സ്പീക്കറാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെയുള്ള ബോക്സും അതോടൊപ്പം തന്നെ നല്ല മെറ്റീരിയൽ കാർഡ്ബോർഡ് ബോക്സൊക്കെയുള്ള കട്ടിയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സ്പീക്കർ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയ ഉടൻ തന്നെ നമുക്ക് തെർമോക്കോളിലുള്ള ഒരു കവറിങ് കാണാനായിട്ട് സാധിക്കും. ആ കവറിങ് മാറ്റി നമുക്ക് സബ് വൂഫർ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് ഇരിപ്പുള്ളത്. അതും നല്ല കവറൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വൃത്തികേടായിട്ട് തോന്നിട്ടുണ്ടാവും. ഇത് ഞാൻ നേരത്തെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, എന്നിട്ട് നമുക്കതിൽ കേബിളും അതോടൊപ്പം തന്നെ റിമോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ മാനുവൽ, യൂസർ മാനുവലും അതോടൊപ്പം തന്നെ വാറണ്ടിയും എല്ലാം ഒന്നിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് കണ്ടില്ലേ, എല്ലാം ഇതേപോലെ എടുത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ടോട്ടൽ 5 സ്പീക്കേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. 5 സ്പീക്കേഴ്സും നല്ല സൗണ്ട് ഉള്ളതാണ്. ഞാൻ നേരത്തെ അൺബോക്സിങ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവറിൽ ഈ കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്പീക്കർ എടുക്കുമ്പം അതിൽ നമുക്ക് ചെറിയ റാപ്പ് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ആ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഇളക്കി കളയാം. എൻ്റെ അഭിപ്രായത്തിൽ അത് ഇളക്കി കളയുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ സബ് വൂഫറിൻ്റെ കാര്യങ്ങളൊക്കെ അത് എടുത്ത് നോക്കിയാൽ അതിലും അടിപൊളിയായിട്ട് തന്നെയാണ് അതിലും റാപ്പ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്പീക്കറും എല്ലാം നല്ല സ്പോഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ. അതോടൊപ്പം തന്നെ ഷീൽഡും ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇതെല്ലാം ഒന്ന് നേരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിൽ USB പോർട്ടും അതോടൊപ്പം തന്നെ ഓക്സ് കേബിളിൻ്റെ പോർട്ടൊക്കെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ FM റേഡിയോയും ബ്ലൂടൂത്തും അതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 വർഷം വാറണ്ടിയുള്ള അതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ LED ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ സബ് വൂഫറിൻ്റെ അവിടെ നോക്കിയാൽ നമുക്ക് നല്ല മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഇത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സ്പീക്കറിൻ്റെ അവിടെ നോക്കിയാലും നല്ല മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ചെറിയ സ്പീക്കറൊക്കെ ലെഫ്റ്റും റൈറ്റും ഒക്കെ കൊടുക്കാനായിട്ടുള്ള പോർട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആ മാനുവലിൽ വായിച്ചാൽ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളതെല്ലാം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പവർ ഓഫും ഒക്കെ ഉള്ള സ്വിച്ചും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചെറിയ ബോക്സ് ആയിരുന്നാലും നല്ല മെറ്റീരിയൽ തന്നെയാണ്. ആ വലുതിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഈ ചെറുതും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് കവറിങ്ങൊക്കെ നമുക്ക് ഇളക്കി കളയാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് റിമോട്ടും അതോടൊപ്പം തന്നെ കുറച്ച് കേബിൾസും കാണാനായിട്ട് സാധിക്കും. അത് ഹോം തിയേറ്ററിൽ നിന്ന് TV-ലോട്ട് കണക്ട് ചെയ്യുന്ന കേബിൾസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ റിമോട്ടാണെങ്കിൽ വെയിറ്റ് ഇല്ല. ഞാൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൽ നമ്മുടെ ബാറ്ററി ഇല്ലാത്ത കാര്യം ഓർത്തത്. പിന്നെ നമുക്കത് ബാറ്ററി ഇതിൽ കാണില്ല, നമുക്ക് അല്ലാതെ വാങ്ങി ഇടേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ TV-യിൽ കണക്ട് ചെയ്യേണ്ട ജാക്ക് ഇതാണ് കേട്ടോ. ഹോം തിയേറ്ററിൽ നിന്ന് TV-ലോട്ട് കണക്ട് ചെയ്യുന്ന കേബിളാണ്. ഇത് ഏകദേശം 1 മീറ്റർ മാത്രമാണ് നീളമുള്ളത്. അതും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല മെറ്റീരിയൽ തന്നെയാണ് അതും. പിന്നെ നമുക്ക് FM റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് സിഗ്നൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കേബിളും ഉണ്ട്. അതും 1 മീറ്ററിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് യൂസർ മാനുവൽ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഒണക്സിൻ്റെ മാനുവലാണ്. പിന്നെ അകത്ത് നോക്കിയാൽ അതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽ എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. പിന്നെ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ പറയാത്ത കുറച്ച് സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് നോക്കി അറിയാം കേട്ടോ.
തിയേറ്ററിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ കേട്ട് മനസ്സിലായിട്ടുണ്ടാവും. അത് എന്തുമാത്രം സൗണ്ട് ക്യാപ്ചർ ആവും, അതോടൊപ്പം തന്നെ എന്തുമാത്രം സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഇതേപോലെ മൊബൈലിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് തൃപ്തിയായി എന്ന് വരത്തില്ല. എന്തായിരുന്നാലും സംഭവം അടിപൊളിയാണ്. വീട് ഫുള്ളും നിറഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ 4 വാക്കിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, ഒരു ഷെൽഫിലും അവിടെ 3-4 സൈഡിലൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ടും നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 സൈഡിലൊക്കെ വെച്ചിരുന്നതാണെങ്കിൽ നല്ല സൗണ്ട് വീണ്ടും കേൾക്കുന്നതായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിയത് 799 രൂപ മാത്രമാണ്. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ മൈജിന്ന് ഒരാഴ്ച മുമ്പ് പോയപ്പം വാങ്ങിയതാണ്. അതിൻ്റെ ഒരു ഷോർട്സ് വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു കൂപ്പൺ ഉണ്ടായിരുന്നു. ഞാൻ പത്രത്തിൽ ഓഫർ കണ്ടിട്ടാണ് സംഭവം ഞാൻ എടുക്കാനായിട്ട് പോയത്. ഓഫറിൽ 799 രൂപയ്ക്ക് സ്പീക്കറും പിന്നെ 3400-3400 രൂപയ്ക്ക് എന്തോ TV അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയപ്പം അവിടുന്ന് 2 കൂപ്പൺ കിട്ടി. എനിക്കല്ല, ഞാൻ ജാനും കൂടെ പോയപ്പം എനിക്ക് ഹോം തിയേറ്ററിൻ്റെ ഒരു കൂപ്പണും പിന്നെ ഞാൻ TV-ലതും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ TV-ലത് ഞാൻ കുരിശിന് കൊടുത്തു. പിന്നെ ഇതുണ്ടല്ലോ ഹോം തിയേറ്ററിൻ്റെ ഞാൻ എടുത്തു. പിന്നെ ഒരു 10-11 മണിയായപ്പം നല്ല തിരക്കായിരുന്നു. ഈ കൂപ്പണും പിന്നെ അവിടെ ബാക്കി കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് സാധനം കിട്ടും. 799 രൂപ മാത്രമാണ്. പിന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിൽ 3400 രൂപയോ 3300 രൂപ എന്താണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലെല്ലാം നോക്കിയപ്പോൾ ഈ സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും 799 രൂപയ്ക്ക് അടിപൊളി സാധനം തന്നെയാണ്. പിന്നെ നിങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും ഇതിലൊക്കെ. പിന്നെ മൈജിയിൽ അവിടെയും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും നോക്കിയപ്പം ഇതേ സെയിം റേറ്റ് തന്നെയാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കൊടുത്തേക്കുന്ന റേറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇത് ഒന്നുകൂടെ പറയുന്നത്, ഇത് പ്രൊമോഷനല്ല, എൻ്റെ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയപ്പം ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.